തങ്ങൾ വിളിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വൈസ് പ്രസിഡന്റ് ആക്കുന്നുണ്ട്, സ്മിജിയാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ തങ്ങളെ ഞാനോ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു സ്മിജി തന്നെ ആവണം, അതാണ് ഇപ്പൊ ആവശ്യമുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പ്രഖ്യാപനം നടത്തിയത്. എന്നോടൊപ്പം ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിച്ച അഡ്വക്കേറ്റ് എ പി സ്മിജി ചേരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അച്ഛന്റെ ഒരു പാതയിലേക്ക് തന്നെ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. ഒട്ടും ഞാൻ മുന്നേ നമുക്കൊരു ഇന്റർവ്യൂവിൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഏറെ പ്രതീക്ഷയില്ലാണ്ട് പെട്ടെന്നുള്ളൊരു വിളിയായിരുന്നു ഈ ഒരു സ്ഥാനാർത്ഥിത്വം. അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് ഈ വൈസ് പ്രസിഡന്റ് എന്നൊരു സ്ഥാനം. ഒരുപാട് സന്തോഷമുണ്ട്. തങ്ങൾ വിളിച്ചിരുന്നു. എപ്പോഴാണ് അറിയുന്നത്? ഞാനിപ്പോ ഒരു 10 മിനിറ്റ് മുന്നേ ആയിട്ടുണ്ടാവും. എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നുണ്ട്. സത്യത്തിൽ ഉറങ്ങുകയായിരുന്നു. അപ്പൊ ഉറക്കത്തിൽ നിന്ന് ഒരു ഞെട്ടി എണീക്കുന്നത് അതെ, സ്വപ്നവും കണ്ടിട്ടില്ല ഞാൻ. പെട്ടെന്നുള്ളൊരു വിളിയായിരുന്നു. തങ്ങൾ വിളിച്ചു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വൈസ് പ്രസിഡന്റ് ആക്കുന്നുണ്ട്, സ്മിജിയാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ തങ്ങളെ ഞാനോ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു സ്മിജി തന്നെ ആവണം, അതാണ് ഇപ്പൊ ആവശ്യമുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അച്ഛൻ നേരത്തെ പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പൊ മകൾ വൈസ് പ്രസിഡന്റ് ആയി വരികയാണ്. എന്താണ്? ഏറെ എന്താ പറയാ, ഒരു കണക്ഷനുള്ള ഒരു സ്ഥലമാണ് എനിക്ക് ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്തും ജില്ലാ പഞ്ചായത്തിലെ മെമ്പർ ആയ സമയത്തും കോടതിയിൽ പോകുന്ന സമയങ്ങളിൽ ഞാൻ അവിടെ എപ്പോഴും പോയി വരാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ എത്തിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ആ ഒരു ആയ സമയം എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ സംസാരിച്ച സമയത്ത്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിൽ വെച്ച് സംസാരിച്ച സമയത്ത് തന്നെ തങ്ങൾ പ്രത്യേകം താല്പര്യമെടുത്താണ് സ്മിജിയെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടതെന്ന് പറയുന്നത്. അതുപോലെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും തങ്ങളും അതോടെ തന്നെ ലീഗ് നേതൃത്വം ഒരു പ്രത്യേക പരിഗണന നൽകിയെന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും അച്ഛനെ എങ്ങനെ പരിഗണിച്ചോ ആ ഒരു പരിഗണന ഈ കുടുംബത്തിലോട്ടും വന്നു. എന്നെ അതിൽ നിയോഗികമാക്കിയതിൽ ദൈവത്തിനും തങ്ങൾക്കും എന്റെ മുസ്ലിം ലീഗിലെ എന്റെ UDF എല്ലാ പ്രവർത്തകർക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ അച്ഛന് നമുക്കൊക്കെ അറിയാവുന്ന പോലെ എപ്പോഴും ഞാനൊരു സാധാരണക്കാരനെ പോലെ അല്ലെങ്കിൽ സാധാരണക്കാരനായി നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ കൂടി ആയിരുന്നു. ഇനി പുതിയ ഒരു ഉത്തരവാദിത്വം വരികയാണ്. ആ ഉത്തരവാദിത്വം എങ്ങനെയാണ് നോക്കുക? ഉത്തരവാദിത്വം എന്നെക്കാളും വലിയൊരു ഉത്തരവാദിത്വമാണ് അത്. എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദവിയിലോട്ട് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എല്ലാവരും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് വിളിച്ചു, എൻ്റെ സഹപ്രവർത്തകർ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഡിവിഷനിൽ ചെയ്യാനുണ്ട്. അതെല്ലാം ഇനി നല്ലൊരു പ്രൊജക്ട്, ഒരു പ്ലാൻ ചെയ്ത് ഞാൻ വർക്കൗട്ട് ചെയ്ത് മാക്സിമം എൻ്റെ ലെവലിൽ ഞാൻ അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പ്രഖ്യാപനത്തിന് ശേഷം നേതാക്കന്മാരൊക്കെ ബന്ധപ്പെട്ടിരുന്നു? എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് സന്തോഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ പ്രവർത്തകർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം ആളുകൾ വിളിച്ചിരുന്നു, ഒരുപാട് പേര് വിളിച്ചു. ഇനി എന്നാണ് ഇങ്ങോട്ട് വരുന്നത്, ഇന്ന് വരുന്നുണ്ടോ എന്നുള്ള അവരുടെ സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. എല്ലാവരും ഹാപ്പി, 100% ഹാപ്പിയാണ് എന്റെ പ്രവർത്തകർ. അവരായിരുന്നു ഊണും ഉറക്കവും ഇല്ലാണ്ട് എന്റെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ആഗ്രഹമാണ് ശരിക്കും ഇത് സാധ്യമായത്. എന്നെക്കാൾ ഉപരി ഞാൻ പറയുകയാണെങ്കിൽ അവരാണ് ആഗ്രഹിച്ചത്. അപ്പം അച്ഛന്റെ പാത പിന്തുടർന്ന് ഇനി സജീവമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാകും. തീർച്ചയായും പാർട്ടി എനിക്ക് ഏൽപ്പിച്ച ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് 100% ഞാൻ ചെയ്തിരിക്കും. എന്നാൽ കഴിയുന്ന വിധം ഞാൻ ചെയ്തിരിക്കും. എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഏതായാലും താനാളൂർ ഡിവിഷനിൽ നിന്നാണ് സ്മിജി വിജയിച്ച് ജില്ലാ പഞ്ചായത്തിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ എ പി ഉണ്ണികൃഷ്ണൻ ഒരു ജനകീയനായ നേതാവുമായിരുന്നു. മാത്രമല്ല പാർട്ടിക്ക് വേണ്ടി ജീവിച്ചൊരു നേതാവ് കൂടിയായിരുന്നു. ആ ഒരു പരിഗണന തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം, പ്രത്യേകിച്ച് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ സ്മിജിയെ ഇത്തരത്തിൽ ആദ്യം മത്സരിപ്പിക്കാനും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായും പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളത് തന്നെയാണ്. അച്ഛന്റെ പാതയിൽ തന്നെ പിന്തുടർന്ന് മകളും ഇനി ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടാകും. അൻരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞ്, മീഡിയ 1 മലപ്പുറം.